ഹലോ ഗൈസ്, പത്രവാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയും എല്ലാവരും വീട്ടുകാരെല്ലാം കൂടി ജ്വല്ലറിയിൽ സ്വർണം സെലക്ട് ചെയ്യുവാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അനാമിക മോളുടെ വീട്ടിലോട്ടുള്ള സ്വർണം ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കൊച്ചിന് ഫോട്ടോ അയച്ചു കൊടു, മോൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി മേടിക്കാമല്ലോ, പിന്നെ അതെല്ലാം വീട്ടിൽ കൊണ്ട് എത്തിച്ചും കൊടുക്കണം എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഷോപ്പിൻ്റെ മാനേജർ വന്നിട്ട് ചോദിക്കുവാണ്, എന്തേ വീട്ടിലെല്ലാവരും എന്ത് പറയുന്നു, ഫുഡൊക്കെ ഇങ്ങോട്ട് വരുത്തണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുവാണ്, ഫുഡൊന്നും വരുത്തണ്ട, ഇന്ന് അവിടെ ഉള്ളവരൊക്കെ തന്നെ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ആദർശ മേൽനോട്ടം എന്നൊക്കെ പറയുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, ആദർശ് സാറ് നല്ല മനുഷ്യനാണ്, നല്ല കഴിവുള്ള ആളാണ്, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ കഴിക്കുന്ന ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അനാമികയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തോ സ്വർണ്ണത്തിൻ്റെ, എന്തായാലും അവിടെ കൊണ്ട് എത്തിക്കണം, എന്നിട്ട് കാശ് അവർ എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് തരുമോ തരാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയുക. ആ സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട്, കാശ് തരാതിരിക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല, കാശ് അപ്പം തന്നെ മേടിക്കുന്നതല്ല, ഇപ്പം തന്നെ അതേ രണ്ടെണ്ണം വീട്ടിൽ വന്ന് കയറിയത് ഒന്നും മുടക്കാണ്ട, ഇനി ഒരെണ്ണത്തിനും കൂടെ അങ്ങനെ കയറ്റണം എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നമ്മളായിട്ടൊന്നും അവരോട് തരണമെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ അവരുടെ മോൾക്ക് വേണ്ടി മേടിക്കുന്നതിന് അവർ കാശ് തരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ നയന നവ്യനെ ഉപദേശിക്കുവാണ്, നമ്മൾക്ക് ഇങ്ങനെ വേണ്ടതൊക്കെ എടുത്തോളാൻ പറഞ്ഞാലും എടുക്കാനങ്ങനെ പാടില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, സ്വർണ്ണം എനിക്കങ്ങനെ മാറി മാറി ഇടണമെന്നേ ഉള്ളൂ, അല്ല ഒരുപാട് സ്വർണ്ണം വേണമെന്നില്ല, അതൊക്കെ ഏത് പെണ്ണിനാണെങ്കിലും ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല അല്ലേ, മാറി മാറി ഇടുമ്പോൾ ആരെങ്കിലും കഴുത്തിലുള്ള സ്വർണ്ണം കൊണ്ട് പോകാണ്ട് നോക്കിക്കോണം, ഇന്നതാ കാലം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നയന നവ്യനെ കുറേ ഉപദേശിക്കുവാണ് കേട്ടോ. നവ്യ ഒരു കണക്കിന് സ്വർണ്ണമെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ രണ്ടുപേരും ഇവിടെ മാറിയിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുക, എന്താണെന്ന് വെച്ചാൽ വേണ്ട എടുത്തോളാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നയന പറയുന്നത്, ഒന്നുമില്ല മുത്തശ്ശി, ഞങ്ങൾ വെറുതെ ഓരോന്ന് നോക്കുമായിരുന്നു എന്ന് പറയുവാണ്. ആ സമയത്ത് ജലജ എവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നോക്കി നോക്കി നമ്മൾ മുഴുവൻ ദാനം കൊടുക്കേണ്ട അവസ്ഥയാണെന്നോ തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ്, നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ജലജെ, നിൻ്റെ കാര്യം നിനക്കറിയാലോ, അവനവൻ്റെ നില മറന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാനും കുറ്റം പറയാനും ഉള്ള സ്വഭാവം നിർത്തിക്കോളാൻ പറയുവാണ്. ഇത് കേൾക്കുമ്പം ജലജയുടെ മനസ്സിലാകെ ദേഷ്യം വരുവാണ് കേട്ടോ. ജലജ ചിന്തിക്കുക, പണ്ട് അച്ഛൻ മാത്രമേ ഉള്ളൂ, ഇപ്പം വന്ന് കിളവിയും തുടങ്ങിയോ, എടുത്ത് വളർത്തിയിട്ട് കണക്ക് പറയുക എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നയന ഫോൺ എടുത്ത് നോക്കും, ആദർശിൻ്റെ 23 മിസ് കോൾ. അപ്പോഴേക്കും നയന ചിന്തിക്കുക, തിരിച്ച് വിളിക്കണോ, ഇച്ചിരി അഹങ്കാരം കൂടുതൽ, അങ്ങനെ ഇപ്പം ഞാൻ എന്നെ കൊണ്ട് കുക്ക് ചെയ്ത് വലിയ ഹീറോ ആവണ്ട എന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനന്തപുരിയിലെ ചെറുക്കന്മാരെല്ലാം കൂടെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക. ആണുങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ആദർശനോട് പറയുന്നുണ്ട്, നിൻ്റെ ഓരോരോ ഐഡിയ നിനക്ക് ഇപ്പം തന്നെ വഴക്കിടാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആദർശാണെങ്കിൽ ഇനി എന്തോ ചെയ്യും, ഇനിയിപ്പോൾ നമുക്ക് ചെന്ന് ചോദിച്ചാലോ, സാറ് എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഇവിടെ വന്ന്, ഞാനാണെങ്കിൽ ഗണപതിക്ക് ഒരു 100 തേങ്ങ ഉടയ്ക്കാമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, സാറ് ഇവൻ്റെ കല്യാണത്തിന് കൂടാൻ പറ്റാത്തതുകൊണ്ട് വന്നാ, അല്ലാതെ നിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാൻ വിട്ടുന്നൊന്നും അല്ല എന്ന് പറയുകയാണ്. എന്തായാലും സാറിൻ്റെ അവിടെ പോയി നോക്കാമെന്നും പറഞ്ഞ് അവരവിടെ ചെല്ലുമ്പോഴേ സാറ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, മുഖം കണ്ടാൽ അറിയാമെന്ന് പറയുമ്പോഴേക്കും ഇവരെ ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ പറയുവാണ്, സാറ് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറയുന്നുണ്ട്, കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, തിരക്കുണ്ട് ഒരുപാട്, പിന്നെ ഇവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡും കാര്യമായിട്ട് കാണുകയില്ല എന്നെനിക്കറിയാമെന്ന് പറയുവാണ്. ആ സമയത്ത് ഇങ്ങനെ ജയൻ പയ്യെ നൈസായിട്ട് ആദർശ് ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് അത് പിന്നെ എന്നുള്ള രീതി പറയുമ്പോഴേക്കും മൂർത്തി ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. മൂർത്തി നോക്കുന്ന കാണുമ്പോഴേക്കും, അല്ല സാറിന് കുടിക്കാൻ വല്ല ജ്യൂസ് വേണോ എന്ന് ചോദിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുവാണ്, ഇനി വേറെ എന്തെങ്കിലും വേണോ. അപ്പോഴേക്കും പുള്ളി പറയുന്നുണ്ട്, ഒന്നും വേണ്ട, നിങ്ങളെന്തായാലും ഉണ്ടാക്കിയ ഫുഡും കൂടെ ടേസ്റ്റ് ചെയ്തിട്ടേ ഞാൻ പോകണുള്ളൂ എന്നും കൂടെ പറയുവാണ്. ഇതുകൊണ്ട് കേൾക്കുമ്പോഴേക്കും ഇവരാകെ പെട്ടുപോവാണ് കേട്ടോ. മൂർത്തി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുവാണ്. അങ്ങനെ ഇവരെല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ മൂർത്തിയോട് ഷെഫ് പിള്ള സംസാരിക്കുവാണ് കേട്ടോ. ആണുങ്ങൾ കുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു സാറെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് ആദർശം ഒരുമാതിരി ചമ്മിയ രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. ഇനി എന്തോ ചെയ്യാനാ, ടേസ്റ്റും ചെയ്യും, ഉള്ള മാനവും പോവും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുവാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, പുറത്തുനിന്ന് വരുത്താമെന്ന് വെച്ചാൽ അച്ഛൻ സമ്മതിക്കുമല്ലോ. അപ്പോൾ അബി പറയുന്നുണ്ട്, വല്ല ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, അതേ നടക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ പറയുകയാണ്, അങ്ങനെ വല്ലതും ചെയ്യാം, എന്തായാലും സാറിനെ കൊണ്ട് ഉണ്ടാക്കിക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശൻ അത് സമ്മതിക്കുകയില്ല എന്നുള്ള രീതിയിൽ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഷെഫ് പിള്ള യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലോട്ട് വരുവാണ്. ആ സമയത്ത് നമ്മുടെ ദേവയാനി വിളിക്കുന്നുണ്ട് കേട്ടോ. ദേവയാനി വിളിച്ചിട്ട് ജയനോട് ചോദിക്കുന്നുണ്ട്, എന്തായി പാചകമൊക്കെ, ഞങ്ങളിവിടെ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുക, നല്ല വിശപ്പുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ജയനാണെങ്കിൽ തുറന്ന് സമ്മതിക്കാനുള്ള നാണക്കേട് കൊണ്ട് പറയുകയാണ്, എല്ലാം ശരിയായിട്ടുണ്ട്, ഇങ്ങ് പോരെ എന്ന് പറയുവാണ്. ഫോൺ വെച്ച് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ജയനോട്, അതെന്തിനാ അങ്ങനെ പറഞ്ഞേ,
എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കും പിന്നെ ഞാനെന്തോ പറയണ്ടേ, ഇവൻ്റെ വാക്ക് കേട്ട് ഓരോന്ന് എടുത്ത് ചാടി തുടങ്ങി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് പറയുമ്പോഴത്തേക്കും ആരും ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ ദേവയാനി പറയുകയാണ് അവിടെയൊക്കെ തകൃതിയായിട്ട് എല്ലാം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്ന് നിൽക്കുമ്പോഴേക്കും നയന ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ചെയ്യുന്നുണ്ടോ, ആൾ കൊള്ളാലോ എന്നുള്ള രീതിയിൽ നയന ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് യാത്ര പറഞ്ഞ ഷെഫ് പിള്ള ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴേക്കും ഇവരുടെ മുഖം കണ്ടിട്ട് പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഇവരുടെ മുഖത്തുണ്ടല്ലോ, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ പറയുകയാണ് ഞാനോർത്ത് നിങ്ങൾ അടുക്കളയിലായിരിക്കും, എല്ലാവരും ഇവിടെ നിൽക്കുവാണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ് എടോ തന്നോടായതുകൊണ്ട് സത്യം പറയാമല്ലോ, സ്ത്രീകളില്ലാത്തപ്പോൾ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു. ഇവൻ്റെ വാക്ക് കേട്ടാണ് തുടങ്ങിയത്. ഇവനാണെങ്കിൽ ഇവൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നല്ല തകൃതിയായിട്ട് നടക്കുമായിരുന്നു. അതിനിടയ്ക്ക് രണ്ടുപേരും തമ്മിൽ ഉടക്കി. ഇപ്പം ആകെ പെട്ടുപോയടോ, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പകുതിക്ക് നിന്ന് പോയി എന്ന് പറയുമ്പോഴേക്കും ഷെഫ് പിള്ള പറയാം അതാണോ പ്രശ്നം, ഇത് നേരത്തെ പറയാൻ പാടില്ല, ഇങ്ങ് വാ ഞാൻ തന്നെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാം, നമ്മൾ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ അവരിവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാം സെറ്റാവുമെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് നാത്തൂമാരെല്ലാം കൂടെ ഇറങ്ങി വെളിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജലജ പറയാണ് നയനയും നവ്യയും കാണുന്നല്ലോ, എന്തേലും മുത്തശ്ശേനെ സോപ്പിട്ട് എടുക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ജാനകി പറയുന്നുണ്ട് നയനമോളായിട്ട് ഉണ്ടാക്കിയത് കോടിക്കണക്കിന് സ്വത്തുക്കളാണ്, അതിന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 10-200 പവൻ്റെ സ്വർണ്ണം ആ കൊച്ചിന് ഇപ്പോൾ എടുത്തു കൊടുക്കാം, എന്നിട്ടും ആ സ്വർണ്ണത്തിനോട് അങ്ങനെ ആഗ്രഹമുള്ള പെങ്കൊച്ചൊന്നുമല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയാം അതൊക്കെ അവളുടെ നമ്പറാണ്, അവളുടെ ചേച്ചിയാണെങ്കിൽ വെട്ടി തുറന്ന് പറയും, അവളാണെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് ആൾക്കാരെ പയ്യെ കീഴടക്കും, ഇപ്പം തന്നെയാണ് ആദർശിൻ്റെ കാര്യം നോക്ക് എന്ന് പറയുവാണ്. അപ്പോഴേക്കും ദേവേനി പറയാം നീ എപ്പോഴും ആദർശിൻ്റെ കാര്യം എടുത്തിരണ്ട, എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേൾക്കുള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ ജലജ പറയുകയാണ് ഏടത്തി ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലി ചവിട്ടി നിൽക്കുക. ആ സമയത്തേക്ക് നയനയും നവ്യയും കൂടെ അങ്ങ് വരുവാണ്. അപ്പോഴേക്കും അവർ പറയാണ് നവ്യയ്ക്ക് ഒരു കമ്മൽ നോക്കാൻ പോയതാന്ന് മുത്തശ്ശി പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊന്നും ദേവയാനിക്കും ജലജിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവരവിടെ നിന്ന് പറയുവാണ് നീയൊക്കെ നോക്കി ഈ കുടുംബം വെളുപ്പിക്കും എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോഴേക്കും ജലജ പറയുമ്പോൾ ജലജയ്ക്കെതിരെ നയന പറയുവാണ് അങ്ങനെ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. മുത്തശ്ശി പറയുകയാണ് ഇനി ഇവിടെ കിടന്നൊരു തർക്കം വേണ്ട, സ്വന്തം കടയാ ഇറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ആ സമയത്ത് ഷെഫ് പിള്ളയുടെ നേതൃത്വത്തിൽ എല്ലാം ഉണ്ടാക്കി മൂർത്തി സാർ ടേസ്റ്റും ചെയ്ത് നോക്കുവാണ് കേട്ടോ. എന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കിടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും വന്നിറങ്ങുമ്പോഴേ വെളിയിൽ തന്നെ സ്മെല്ല് വരുവാണ് കേട്ടോ. മുത്തശ്ശി പറയാം നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ കറികളുടെയൊക്കെ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ജലജ പറയാം അത് വല്ലോ എണ്ണയും മസാലയൊക്കെ കൂളി ഇട്ടേക്കുന്നതായിരിക്കും, നല്ല സ്മെല്ലുകളും വരട്ടെ എന്നോർത്ത് എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും എന്തായാലും കൊള്ളാം, ഇവരെ തന്നെ ഇനി അങ്ങനെയാണെങ്കിൽ എന്നും ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ നവ്യ ചെറുതായിട്ട് കളിക്ക് പറയുവാണ്. അത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ദേവേനി പറയാം പിന്നെ ഇവിടുത്തെ ചെറുക്കന്മാരൊക്കെ നിനക്കും നിൻ്റെ അനിയത്തിക്കും വെച്ച് വിളമ്പാനിരിക്കുമല്ലേ, അതിനാണ് നിന്നെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ അനാമിക മോളിങ്ങ് വരും, മോള് മാത്രമേ ഈ വീട്ടിൽ മരുമോളായിട്ട് വരുന്നതായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ, ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും മോക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു കൊടുത്തേക്കണം എന്നും കൂടെ ദേവയാനി പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നയന ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. പക്ഷെ നവ്യ മുഖത്തടിച്ച പോലെ പറയുകയാണ് എനിക്ക് പാചകമൊന്നും അറിയത്തില്ല, പിന്നെ അമ്മായിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് നയനോട് പറഞ്ഞാൽ മതി, എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്ന രീതിയിൽ തന്നെ തിരിച്ച് ഞാൻ മറുപടിയും പറയുമെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് നയന മിണ്ടാതെ നിൽക്കുവാണ്. മുഖത്തടി കിട്ടിയതുപോലെ ജലജയും ദേവയാനി അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.